എനിക്ക് അവർ മലയാളത്തിലൊരു റിപ്പോർട്ട് എഴുതി തന്നിരുന്നു. അതിനകത്തൊന്ന് വായിച്ചു നോക്കി, കുറച്ചൊക്കെ വായിച്ചു നോക്കി. ഇപ്പം അത് പറഞ്ഞാൽ അത് കുഴപ്പമില്ല സാറേ, അത് മൊഴി വായിച്ച് കേട്ട് ഒപ്പിട്ട് മൊഴി വായിച്ചു നോക്കി, ഞാൻ മൊഴി വായിച്ച് കേട്ടു എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ എഴുതി കൊടുത്തു. നമുക്കിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം, എൻ്റെ ക്ലാസ്മേറ്റ്സാണ്, എൻ്റെ കൂടെ പഠിച്ചവരാ, എൻ്റെ അതേ ബാച്ചാണ് ജയകുമാർ, പത്മകുമാർ, ഗോമതിമാട്, ഇവരെല്ലാം നമ്മളെന്നും കാണുന്നവരാണ്. ഇവർ നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത ഇതിനകത്ത് നമുക്കങ്ങനെ കാര്യങ്ങൾ എഴുതി വയ്ക്കും എന്നുള്ളത് എനിക്കും അറിയത്തില്ല. അങ്ങനെ അതിലില്ലാതാനും അതിനകത്ത് ഇപ്പോഴും എഴുതിയിരിക്കുന്ന എന്തോ ഒരു ഭാഗം കാണാതെ പോയി എന്നറിയാം. എന്തോ ഒരു ഭാഗം അതിന് പല ഭാഗങ്ങളുണ്ട്. അതിലെന്തോ ഒരു ഭാഗം, അതിന് ചാർജറുണ്ട്, അതിന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പല സാധനങ്ങളുണ്ട്. അത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതിന് ബാറ്ററി ഉണ്ട്, അതിൻ്റെ കേസുണ്ട്, അതിൻ്റെ കേബിളുകളുണ്ട്. ഇതിലെന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ സിസ്റ്റർ പറഞ്ഞു കാണുമായിരിക്കും. ആരാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നോക്കിയെടുത്തെല്ലാം കൃത്യമായിട്ട് വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം വന്നതുകൊണ്ട് പിന്നെ നമ്മളത് എടുത്ത് വെച്ചു. അത് നേരത്തെ MP ഫണ്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഉപകരണത്തിൻ്റെ പേര് പല പ്രാവശ്യം ഫോട്ടോ എടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ തിരിച്ചെടുത്ത് വയ്ക്കും, പിന്നെ എടുത്ത് വയ്ക്കും, പിന്നെ ഫോട്ടോ എടുക്കും. അപ്പോൾ വരുന്ന ചിലപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കും വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. അവർ വന്ന് വയ്ക്കും, പിന്നെ അത് എടുത്ത് വയ്ക്കും. എപ്പോഴും ഞാൻ അതിൻ്റെ പുറകെ ഇരിക്കാൻ പറ്റുമോ? നമുക്കൊരു ഡോക്ടറില്ലേ. ഞാൻ 24 മണിക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം പേഷ്യൻസാണ്. നമ്മളിതെല്ലാം നോക്കിയിരിക്കാനാണോ നമുക്ക് സമയം? നമ്മളൊരു സാറിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റേ അല്ല. നമുക്ക് ഇത് രോഗികളെ നോക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ആ സമയത്ത് ഇത് ഓരോരുത്തരും അത് പറയും, ഇത് പറയാം, ഞാൻ പറയാം, അത് ചെടുത്ത് അവിടെ പോയി, ഇതെടുത്ത് ഇവിടെ പോയി എന്നൊക്കെ പറയാം. ഇതൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങൾ ബയോമെഡിക്കൽ വിഭാഗവും അതിന് സ്റ്റോക്കും ഒക്കെ അവിടെ ഉള്ളതാണ്. അവരൊക്കെയാണ് നോക്കാനുള്ളത്. ഇതിലിപ്പോ താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഉപകരണത്തിൽ ഒരു ഭാഗം കാണാതായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞത്. പക്ഷെ മന്ത്രി പറഞ്ഞത് ഉപകരണം കാണാനില്ല എന്നാണ്. മാഡത്തിന് അതങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. മാഡം ഇതിൻ്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഞാൻ ഉണ്ടാക്കിയ ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട്. മാഡത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാഡം ഞാൻ ക്ഷമ ചോദിച്ചു. ഞാനത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്തത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ മാഡം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനുണ്ടായ മെല്ലെപ്പോക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ആംഗിൾ മാറി വേറെ രീതിയിലൊക്കെ പോയി എന്നേ ഉള്ളൂ. എന്തായാലും മാഡം വളരെ സപ്പോർട്ടാണ്. മാഡം മാത്രമല്ല, സർക്കാർ മുഴുവൻ എൻ്റെ ഒപ്പമുണ്ട്. അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ 1-2 ആഴ്ചക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല ഉപകരണങ്ങൾ, ഈ വിവാദമായിട്ടുള്ള ലിത്തോക്ലാസ്റ്റ് പ്രോബ് തന്നെ അത് 12 എണ്ണം അത് സാങ്ഷനാക്കി, നെഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു. ESWL ഉടനെ തന്നെ വരും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് മാസങ്ങൾക്കകത്ത് ഉറപ്പ് വരുന്നുണ്ട്. പിന്നെ യൂറോഡൈനാമിക്സ് മിഷൻ, പല സാധനങ്ങൾ നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചുതരാം. ഒരു പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിരുന്നൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല. അതാവണം കാരണം. അതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊക്കെയോ നമുക്കറിയാമല്ലോ, ഏതൊക്കെയോ ഓഫീസുകളിൽ ഇതിങ്ങനെ കെട്ടിക്കിടന്നതാവാം പ്രശ്നം. ഇതിനെ ഞാൻ ഗവൺമെന്റിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.